റിക്രൂട്ട്മെന്റ് ഏജൻസിന്റെ തട്ടിപ്പിനിരയായി റഷ്യയിൽ അകപ്പെട്ടുപോയ അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ ഇന്നലെ അർദ്ധരാത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഞ്ചുതെങ്ങിലെ വീട്ടിൽ നിന്ന് 24ന്റെ പ്രതിനിധി ഹരികൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ ഇന്നലെ തിരിച്ചെത്തി, അതായത് റഷ്യയിൽ ഈ വ്യാജ റിക്രൂട്ട്മെന്റ് കാരണം ഈ തട്ടിപ്പിനിരയായ ഈ പ്രിൻസിന്റെ വീട്ടിൽ നിന്നുമാണ് ചേരുന്നത്. പ്രിൻസ് ഇപ്പോൾ 24 ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഈ റഷ്യയിലെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു, അവിടേക്ക് പോയത്, മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ യൂറോപ്പിലോട്ട് പോകാനാണ് പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളടുത്ത് ഇങ്ങനെ ഏജൻസിനെ കണ്ടായിരുന്നു, പ്രിയാണെന്ന് പറഞ്ഞ ഏജൻസിന് 7 ലക്ഷം രൂപ കൊടുത്താണ് പോയത്. അപ്പോൾ റഷ്യയിലോട്ട് പോയി ഇവിടെ എത്തിയിട്ട് അലക്സ് എന്ന് പറഞ്ഞ ആൾ ഞങ്ങളെ പിക്ക് ചെയ്ത് ഒരു ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നേരെ ഒരു ഇതിൽ കോസ്റ്റ്റൂമിലോട്ട് കൊണ്ടുപോയി. അവിടെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ഡയറക്റ്റ് ആർമി ക്യാമ്പിലോട്ട് കൊണ്ടുപോയി. ഇതിൽ എന്താണ് അനുഭവം? അതായത് പരിശീലനം നൽകിയിരുന്നോ, അതോ നേരത്തെ അവിടെ അതിനുശേഷമാണോ നിങ്ങൾ ഈ പരിശീലനത്തിന് ശേഷം, അതായത് പരിശീലനത്തിന് മുമ്പ് തന്നെ ഇത് അറിഞ്ഞിരുന്നോ, അതോ അതിനുശേഷമാണോ മനസ്സിലായത് ഇങ്ങനെ ഒരു ഈ റിക്രൂട്ട്മെന്റിലേക്ക്, അതായത് ഈ സൈനിക പരിശീലനത്തിനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അത്ര സൈനിക ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം എപ്പോഴാണ് മനസ്സിലായത്? നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഈ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ക്യാമ്പിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായ ഈ ആർമി ക്യാമ്പാണ്. അല്ലാതെ നമുക്കറിയില്ലായിരുന്നു. പിന്നെ 20 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ ഉക്രയിലോട്ട് കൊണ്ടുപോയി. 23 ദിവസത്തെ ട്രെയിനിങ് ഡയറക്റ്റ് ഉക്രയിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ വാർസോണാണ്. വാറിൽ പോയി പരിക്കേറ്റ് പിന്നെ ഹോസ്പിറ്റലായിരുന്നു 1 മാസത്തോളം. ആദ്യത്തെ ദിവസം തന്നെ പരിക്കേറ്റിരുന്നു, അതോ? ഫസ്റ്റ് ദിവസം തന്നെ പരിക്കേറ്റ് പോയ ഉടനെ ഞാനും വിനീതും അനിയുണ്ട്. വിനീത് 3 ടാങ്കിലോട്ടാണ് പോയത്. ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് വെടിയേറ്റ്, പിന്നെ ഡ്രോൺ അറ്റാക്ക്, കാലിൽ ബോംബ്. പിന്നെ ഒരു രാത്രി ഫുള്ളും അവിടെ തന്നെ ആയിരുന്നു, മണ്ണിൻ്റെ അടിയിൽ. അവിടെ അതുവഴി 3 കിലോമീറ്റർ ഇഴഞ്ഞ് പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കൂടെ വന്നിരുന്ന മറ്റ് 2 സുഹൃത്തുക്കളുണ്ടല്ലോ, മറ്റ് 2 പേർ, അവരെ പറ്റി എന്തെങ്കിലും വിവരം അത് അവിടെ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോഴോ എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നോ അവരുമായി? വിനീത് കോണ്ടാക്ട് ഉണ്ട്, ടീനു കോണ്ടാക്ട് ഇല്ല. പക്ഷെ അവർ അടുത്തടുത്ത് തന്നെ ഉണ്ട്, കാണാൻ പറ്റത്തില്ല. അവരുടെ സ്ഥലം ഒട്ടും ശരിയല്ല, എപ്പോഴെങ്കിലും എന്ത് സംഭവിക്കും. അപ്പോൾ ഒട്ടും മോശമായിട്ടുള്ള അവസ്ഥയാണ്. ഡൽഹിയിൽ ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തു കൂടി എത്തിയിട്ടുണ്ടല്ലോ. അയാളുടെ മറ്റു കാര്യങ്ങൾ, നാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും അറിയാമോ? ഞാൻ എംബസിയിൽ ഡേവിഡിനെ കണ്ടായിരുന്നു. അപ്പോൾ അവൻ 3 ദിവസത്തിന് മുന്നേ കയറിയായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രെയിനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി അവൻ ഇവിടെ നാട്ടിലേക്ക് എത്തും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അവിടെ ഉണ്ടോ? എന്താ ആരെങ്കിലും ആ തരത്തിൽ കണ്ടിരുന്നോ? ഇന്ത്യക്കാർ 150 പുറത്ത് ആൾക്കാരുണ്ട്. മലയാളി 4 പേരുള്ളൂ. ഞാനും ഡേവിഡും വിനീത് ടീനും. വേറെ മലയാളീസ് ഒന്നുമില്ല. എന്താണ് ഈ ഒരു അനുഭവം, ഇപ്പോൾ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതിനു ശേഷം പറയാനുള്ളത് എന്താണ്? പറയാനുള്ളതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അവരെങ്ങനെയും കൊണ്ടുവരണം, അത്ര തന്നെ. അതെങ്ങനെ ഇടപെട്ട് അവരെ കൊണ്ടുവരാൻ നോക്കണം. അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒട്ടും മോശമാണ്. എല്ലാം അവിടെ തിരിഞ്ഞു നോക്കുന്ന സ്ഥലത്ത് ഫുള്ളും ബോഡിയും ആൾക്കാർ മരിച്ചു വെച്ച് കിടക്കുന്നത് കാണാൻ പറ്റും. തലയില്ലാതെയും കാലില്ലാതെയും കാണാൻ പറ്റും. എന്തുണ്ടെങ്കിലും അവിടെ എപ്പോഴാണ് സംഭവിക്കുക. അതാണ് SKN. അതായത് വളരെ ദാരുണമായൊരു സാഹചര്യത്തിലാണ് കൂടിയാണ് ഈ പ്രിൻസ് കടന്നു പോയത്. എന്നാൽ ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് അമ്മയുടെ പ്രതികരണം കൂടി എടുക്കാം. അമ്മ, ഉടൻ മകൻ തിരിച്ചെത്തിയിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം, മകൻ എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിച്ചതിന്. ഇതേപോലെ എൻ്റെ 2 മക്കളെയും കൂടെ നാട്ടിലെത്തിക്കുള്ള ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് മക്കൾ അത്രയ്ക്കും യുദ്ധഭൂമിയിലാണ് കിടക്കുന്നത്. വളരെ അവരെയും കൂടെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെങ്കിൽ വളരെ സന്തോഷമായിട്ട് ഞാൻ താഴ്മയോടെ ചാനൽ 24 ചാനലിന് വലിയ നന്ദി, എല്ലാവർക്കും നന്ദി പറയുന്നു. SKN മാധ്യമങ്ങൾക്കടക്കം 24-നടക്കം ഇത്തരത്തിൽ നന്ദി പറയുകയാണ് കുടുംബം. അതായത് വളരെ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരു ആശ്വാസം കൂടിയാണ് കുടുംബം നമ്മളോട് പങ്കുവെക്കുന്നത്. ഏതായാലും ഡേവിഡ് കൂടി ഇന്ന് തിരിച്ചെത്തുന്നതോടുകൂടി ആ തരത്തിലൊരു ആശ്വാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം, നാട്ടുകാരും കരുതുന്നത്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് ഹരികൃഷ്ണൻ.